പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പള്ളിയുടെ മിമ്പറിലേക്ക് കയറുകയാണ്. പള്ളിയുടെ മിഹ്റാബിൽ കയറിയിട്ട് മിമ്പറിലേക്ക് കയറിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് വിളിച്ചു, സഹാബ യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അല്ലയോ ജനങ്ങളെ, പള്ളിയിലെ മിമ്പറിനകത്ത് കയറിയിട്ട് ഇമാമ് പറയണമെങ്കിലോ അതിന്റെ ഗൗരവമൊന്ന് മനസ്സിലാക്കണോ. ഏത് സാഹചര്യത്തിലാണ് അവിടെ കയറി നിന്ന് പറയേണ്ടി വരുന്നതെന്ന് ചിന്തിക്കൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ വിളിച്ചു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ എന്റെ ആയിഷയെ കുറിച്ച് പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നിങ്ങൾ എന്തു വേണമെങ്കിലും പറഞ്ഞോ, നിങ്ങൾ ഏത് കഥകൾ വേണമെങ്കിലും പറഞ്ഞോ, എന്നാൽ വല്ലാഹി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ലാകിൻ വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. ഞാൻ കണ്ടിട്ടില്ല. ഇവൾ ഇന്നലെ അവളെ എന്റെ കൂടെ ജീവിച്ചവളാണ് ആയിഷ, എന്റെ കൂടെ ജീവിച്ചവളാ ആയിഷ. അവളുടെ നോട്ടത്തിലോ അവളുടെ സംസാരത്തിലോ അവളുടെ പ്രവർത്തനങ്ങളിലോ നല്ലതല്ലാതെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അവൾ നല്ലതല്ലാതെ ഒന്നും ചെയ്യുന്നത് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് എന്റെ ആയിഷ നല്ലവളാ, എന്റെ ആയിഷ നല്ലവളാ, എന്റെ ആയിഷാന എനിക്ക് വിശ്വാസമാ, എന്റെ ആയിഷാന എനിക്ക് വിശ്വാസമാ. ആരാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ നല്ലവളാണെന്ന് 1000 വട്ടം നിന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ആര് പറയണമെന്നറിയുമോ? നിന്റെ ഭർത്താവ് പറയട്ടെ നീ നല്ലവളാണെന്ന്. എന്റെ ആയിഷയുണ്ടല്ലോ, എന്റെ ആമിനയുണ്ടല്ലോ, അവള് നല്ലവളാ, അവള് നല്ലവളാ, അവള് നിസ്കരിക്കുന്നവളാ, അവളുടെ ദുആയിലാ ഞാൻ നടക്കുന്നത്. എനിക്ക് അല്ലാഹു ഇവളെ പോലെ ഒരു നല്ല സാലിഹത്തായ പെണ്ണിനെ എനിക്ക് റബ്ബ് തന്നല്ലോ എന്ന് നിന്റെ ഭർത്താവ് പറയണം നീ നല്ലവളാണെന്ന്. നിന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞ വജബതു ലഹുൽ ജന്ന, നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താവ് പറയണം നീ നല്ലവളായിരുന്നു എന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പറയൂ, ഈ ഇരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ആകെ ഉള്ള പരാതി, ഉസ്താദെ ധരിക്കാനുണ്ട്, തിന്നാനുണ്ട്, സ്വർണമുണ്ട്, തുണിയുണ്ട്, വീടുണ്ട്, കാറുണ്ട്, മക്കളുണ്ട്, എല്ലാം അല്ലാഹ് എനിക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ ഇത്താ മുഖത്തൊരു സന്തോഷം ഇല്ലാത്ത? കെട്ടിയ ഭർത്താവ് മാത്രം തലതിരിഞ്ഞു പോയി ഉസ്താദെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. താത്താടെ ആകെ പരാതി. ഇവിടെ ഇരിക്കുന്ന ആണുങ്ങളോട്